നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എഴുന്നേറ്റു. ഇന്ന് എനിക്കൊരു കുഞ്ഞു പരിപാടി ഉണ്ട്. ഒരു കുഞ്ഞു ഫോട്ടോഷൂട്ട്. നമ്മുടെ വസ്ത്രയുടെ സാരിയൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു ഫോട്ടോഷൂട്ട്. അത് 12 മണിയൊക്കെ ആവും നമ്മുടെ മേക്കപ്പ് ആളെത്തുമ്പോൾ. പിന്നെ വൈകിട്ടാണ് ഷൂട്ട്. അപ്പോൾ 12 മണിയൊക്കെ ആയിട്ട് റെഡി ആയിട്ട്, വെയിലത്ത് നമുക്കൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് വെയിലൊന്ന് മാറിയിട്ട് വൈകിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് കരുതി. ഒരു ബ്രൈഡൽ ലുക്കൊക്കെ ആയിട്ടോ ചെയ്യുന്നത്. ഇന്ന് സ്കൂളിൽ എക്സാം നടക്കുകയാണ്, ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയിട്ടും എക്സാം ഉണ്ട്. അപ്പോൾ വണ്ടിയും ബഹളവും ഒക്കെ ആയിട്ടൊരു മേളമാണ്. ഇന്നലെ ചിക്കൻ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ, വച്ചില്ലല്ലോ. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞു പുട്ടും ചിക്കനും വെക്കണമെന്ന് പറഞ്ഞു. രാവിലെ വന്നപ്പോൾ ഒരു ക്യാപ്സിക്കം കറിയും ഒരു ദോശയും കൂടെ ഉണ്ടാക്കി വെച്ചേക്കണം. അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് പുട്ടും ചിക്കൻ കറിയും വേണമെന്ന് ബഹളം വെച്ചു. അങ്ങനെ അമ്മയും തിരിച്ച് ദേഷ്യപ്പെട്ടിട്ട് ചിക്കൻ കറി വയ്ക്കാനേ. എന്താ അമ്മ ഉണ്ടാക്കുന്നേ? അത്ര ഗൗരവം എന്താണ്? രാവിലെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ രാവിലെ ഉണ്ടാക്കണം. ആ ക്യാപ്സിക്കം കറി വെച്ചപ്പോ ഇത് വെച്ചാ പോരായിരുന്നു? ഇന്നലെ പറഞ്ഞതല്ലേ. ചിക്കൻ ആയോ മോമി? കുട്ട വെച്ചാ ഗുഡ് ഗേൾ. ഒരു ചെരുപ്പ് ഓർഡർ ചെയ്ത് റിട്ടേൺ ചെയ്തതിന്റെ പ്രതിഫലം. ചിക്കൻ നോക്കട്ടെ. പരുവെള്ളമായിട്ട് കിടക്കില്ലേ? ഓക്കെ, ഗോതമ്പ് പുട്ടും ആവി പറക്കുന്ന ചിക്കൻ കറിയും. ചിക്കൻ വെന്തോ എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ട് ഞാൻ 2 കഷ്ണം എടുത്തോളൂ. നല്ല ലൂസായിട്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പെരട്ടിയില്ലേ വെക്കണത്? എന്തൊന്നും ഇങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, ഞാൻ എങ്ങനെ തിന്നണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. നോക്കാം. കൊള്ളാം. എന്തിട്ടാ തോന്നണം. ഉണ്ടെങ്കിൽ എല്ലാം കൂടെ വയ്ക്കും. ഈ കിടന്ന് തിളക്കണം എന്താണെന്നറിയാമോ? പറ. ഉണക്കമീൻ കറി, ചിക്കൻ, കപ്പ. ഓക്കെ, അപ്പോൾ രാവിലെ വയറ് നിറച്ച് കഴിച്ചു. ഇനിയിപ്പോൾ അവർ മേക്കപ്പ് ചെയ്യാനൊക്കെ വരും. അമ്പൂരിയിലുള്ള ഒരു ടീമാട്ടോ വരുന്നത്. ടീനാസ് മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോ ഒക്കെ ചെയ്യുന്ന ടീനയാണ് വരുന്നത്. അവരിറങ്ങിയെന്ന് പറഞ്ഞു, അപ്പോൾ ഉടനെ തന്നെ എത്തും. അപ്പോൾ ഇനി മേക്കപ്പൊക്കെ തുടങ്ങിയാൽ പിന്നെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പുട്ടൊക്കെ കാര്യമായിട്ട് കഴിച്ചു. ഇനി അവർ വരട്ടെ, വന്ന ശേഷം നമുക്ക് കാണാം. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു കുഞ്ഞു സാധനം പരിചയപ്പെടുത്തി തരാവേ. ഇനി ഞാൻ നിങ്ങൾക്ക് ക്ലീനിങ്ങിനൊക്കെ പറ്റിയ ഒരു കിടിലം സാധനം പരിചയപ്പെടുത്തി തരാം. അഗാരോയുടെ ഏസ് ഡ്രൈ ആൻഡ് വെറ്റ് വാക്യൂം ക്ലീനർ. അതായത് ഇതിൽ 2-in-1 ബ്രഷ് വരുന്നുണ്ട് ഫോർ ബോത്ത് വെറ്റ് ആൻഡ് ഡ്രൈ. മാത്രമല്ല ഇത് നല്ലൊരു പ്രീമിയം ലുക്കിലാണ് വരുന്നത് കേട്ടോ. കോമ്പാക്ട് ഇൻ സൈസ്, ഈസി ടു ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോർ, ഓൾസോ ഈസി ടു ക്ലീൻ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയണ്ടേ? അത് ഞാനൊന്ന് ചെറുതായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാവേ. സോ അഗാരോയുടെ ഒരു വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂമിൽ ആദ്യമായിട്ട് വരുന്നത് ഒരു ഹോസ് പൈപ്പാണ്. ആ ഒരു ഹോസ് പൈപ്പ് നല്ല ഫ്ലെക്സിബിൾ ആണ്, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മടക്കാനും ഒടിക്കാനും വലിക്കാനും ഒക്കെ പറ്റും കേട്ടോ. പിന്നെ വരുന്നത് ഒരു എക്സ്റ്റൻഷൻ പൈപ്പാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അബ്സോർബിംഗ് ബ്രഷ്. ഇത് നമ്മുടെ വെറ്റ് വാക്യൂമിന് ആവശ്യമായിട്ടുള്ള ബ്രഷ് ആണ്. പിന്നെ വരുന്നത് ഫ്ലോർ കം കാർപ്പറ്റ് ബ്രഷ് ആണ്. ക്ലീൻസ് ബോത്ത് ഫ്ലോർ ആൻഡ് കാർപ്പറ്റ്. പിന്നെ സെർവിക് നോസിൽ വരുന്നുണ്ട്, ക്ലീനിങ് ടൈറ്റ് സ്പോട്സ് ആൻഡ് കോർണേഴ്സ്. ഇത് ഫൈനൽ വൺ ഈസ് മൾട്ടിപർപ്പസ് ബ്രഷ്. ഇതിന്റെ പവർ കോഡിന് 5 മീറ്റർ വരെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ലതുപോലെ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് 360 ഡിഗ്രിയിൽ ഈസിലി മൂവ് ചെയ്യാൻ പറ്റുന്ന വീൽസ് ആണുള്ളത്. ഇതിന് ബ്ലോ ഓഫ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇത് നമുക്ക് ഓസ് പൈപ്പ് ഇവിടേക്ക് കണക്ട് ചെയ്യുക, ഒന്ന് ലോക്ക് ചെയ്യുക, എന്നിട്ട് ഇത് നമ്മുടെ എക്സ്റ്റൻഷൻ പൈപ്പും കൊടുക്കുക, എന്നിട്ട് നമ്മുടെ ഫ്ലോർ ബ്രഷ് വെച്ച് ഈസിലി ക്ലീൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 1600 വാട്ട്സ് ആണ് ഇതിന് വരുന്നത്. 21.5 kPa സക്ഷൻ പവർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഇത് വളരെ നന്നായിട്ട് പെർഫെക്റ്റ് ക്ലീനിങ് ആണ് തരുന്നത്. ഓക്കെ, എന്ത് ഈസി ആയിട്ട് ഭയങ്കര പെട്ടെന്ന് തന്നെ അതെല്ലാം സക്ക് ചെയ്തെടുത്ത് അവിടെ ആ ഫ്ലോർ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തരുന്നു എന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഭയങ്കര ഈസിലി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്നുണ്ട്. കാരണം അത്രയും ലെങ്ത് ഉള്ള പവർ കോഡ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഹോസ് പൈപ്പ് ആണെങ്കിൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. പിന്നെ അതിനൊരു 360 ഡിഗ്രിയിലുള്ള വീല് വരുന്നത് കൊണ്ട് നമുക്ക് വളരെ ഈസിലി മൂവ് ചെയ്ത് കൊണ്ടുപോയി നല്ല പെട്ടെന്ന് തന്നെ വളരെ
പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. വീടിൻ്റെ ഏത് മുക്കും മൂലയും നമുക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. വലയൊക്കെ അടിക്കാനാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മാത്രം മതി, വലയെല്ലാം അതിനകത്തേക്ക് തനിയെ തന്നെ പൊക്കോളും കേട്ടോ. നമുക്ക് കൈകൊണ്ടൊക്കെ തുടച്ചെടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ വരെ നമുക്ക് ഈസിലി ക്ലീൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മാറ്റ്, ബെഡ് ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക്, ഈസി എന്നുള്ളതിനുപരി നമുക്ക് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. ആ പൊടിയൊക്കെ കറക്റ്റ് പോയി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു പെർഫെക്റ്റ് ക്ലീനിങ് മെറ്റീരിയലാണ് നമ്മുടെ ഈ ഒരു അഗാരയുടെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡസ്റ്റ് ബാരൽ വന്നിട്ട് സ്റ്റീലാണ്. രണ്ട് സൈഡിലും ഇതുപോലൊരു ലോക്ക് ഉണ്ട്. അത് ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ ഒരു ഹാൻഡിലുണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. ഒക്കെ ഭയങ്കര സിമ്പിളാട്ടോ. നമ്മുടെ ആ ഒരു ബാരലെടുത്ത് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ക്ലോത്ത് ഡസ്റ്റ് ബാഗ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ പൊടി തട്ടി എടുത്താൽ മതി. വേണമെങ്കിൽ വാഷബിളാണ്, വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ അധികം പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിയെടുക്കുന്നു എന്ന് മാത്രം. ഇനി വെറ്റ് വാക്യൂം എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. നമ്മൾ വെറ്റ് വാക്യൂം ചെയ്യുന്നതിന് മുന്നേ ഈ ക്ലോത്ത് ഡസ്റ്റ് ബാഗ് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മുടെ വെറ്റ് വാക്യൂം ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതുപോലെ മൂടി വെച്ച് ചെയ്താൽ മതിയേ. ഇത് ഞാൻ വെറ്റ് വാക്യൂം ചെയ്യുന്നതാണ്. എത്ര പെട്ടെന്ന് ആ തറയിലുള്ള വെള്ളം അത് സക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കി വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ വീട്ടിലെ വെള്ളം തന്നെ വേണമെന്നില്ല. ഇപ്പം നമ്മൾ ഒന്ന് വാക്യൂം ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പെർഫെക്റ്റായിട്ട് ക്ലീൻ ആവും, നല്ല നീറ്റാവും. വെറ്റ് വാക്യൂം ആയാലും ഡ്രൈ വാക്യൂം ആയാലും പെർഫെക്റ്റ് ക്ലീനിങ് ആട്ടോ. ഇനി ഇത് ഇതിൻ്റെ വേസ്റ്റ് നോക്കി, എന്തോരം വേസ്റ്റും ആ വെള്ളം ഫുൾ സക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് അത്രയും വെള്ളവും അതിൽ വന്ന് കിടപ്പുണ്ട്. അതും നേരത്തെ നമ്മൾ ഡ്രൈ വാക്യൂം ചെയ്തതുപോലെ തന്നെ അതിലുള്ള വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഒന്ന് കഴുകി വെച്ചാൽ, കഴുകി ഉണക്കിയൊക്കെ എടുത്താൽ നല്ല വൃത്തിക്ക് എത്ര നാൾ വേണേലും ചീത്ത ആവാണ്ട് നല്ല ഭംഗിയൊക്കെ ഇരിക്കും കേട്ടോ. സോ ഈ ഒരു കിടിലം പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാങ്ങാവുന്നതാണേ. അങ്ങനെ ഇരുന്നപ്പോഴേക്കും എൻ്റെ അമ്മയുടെ മാമൻ വന്നു കേട്ടോ. കണക്കും പ്രകാരം നമ്മുടെ മാമൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പൂപ്പനാണ്. എനിക്കാണെങ്കിൽ അപ്പൂപ്പാന്ന് വിളിക്കാനായിട്ട് തോന്നണമില്ല കേട്ടോ. അപ്പൂപ്പൻ്റെ ഒരു പ്രായമൊന്നും എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. പക്ഷേ ഞാൻ കണ്ട കാലം മുതൽ ഈ അപ്പൂപ്പ ഇങ്ങനെ തന്നെ ഇരിക്കുക കേട്ടോ. നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ അപ്പൂപ്പനെ കണ്ട അപ്പൂപ്പനെന്ന് വിളിക്കാൻ തോന്നും. അതുകൊണ്ട് ഞാനും മാമനെന്ന് തന്നെ വിളിക്കുന്നത് കേട്ടോ. അത് മാമൻ്റെ വൈഫായാലും മാമിന്ന് തന്നെയാണ് വിളിക്കുന്നത്. അമ്മൂമ്മ എന്ന് വിളിക്കാൻ തോന്നില്ല. എൻ്റെ അമ്മയുടെയൊക്കെ പ്രായം പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പക്ഷേ മുറപ്രകാരം അപ്പൂപ്പനും അമ്മൂമ്മയാണ്. ഞാൻ പക്ഷേ മാമനും മാമിന്ന് തന്നെയാണ് ഞാനും ചീമയൊക്കെ വിളിക്കുന്നത് കേട്ടോ. ഇത് ചീമ വേദയെ പിടിച്ചുകൊണ്ടിരുത്തിയിട്ടും പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അവൾ എവിടെയോ കണ്ടു, അതുകൊണ്ട് അതുപോലെ കെട്ടി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. ഞാനും ഇതുപോലെയൊക്കെ വേദ ഓരോന്നും കൊണ്ട് തരും, ഇങ്ങനെ കെട്ടിത്തരുമെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കെട്ടിയാൽ എത്ര കെട്ടിയാലും ഭംഗി വരില്ല. പിന്നെ വേണമെന്ന് വെച്ചാൽ ആത്മാർത്ഥതയോടെയൊക്കെ കെട്ടിക്കൊടുത്താൽ നല്ല ഭംഗിയിലൊക്കെ കിട്ടും കേട്ടോ. ഞാൻ പിന്നെ അത്ര ആത്മാർത്ഥത കൊടുക്കില്ല, എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കെട്ടിക്കൊടുക്കും. ചീമയാണ് ഇത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയോടും വെടുപ്പോടും കൂടി വളരെ സമയവും സാവകാശവും ഒക്കെ എടുത്തേ ചെയ്യാറുള്ളൂ കേട്ടോ. അതേ നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ വേദയുടെ മുടി കാണാനായിട്ട്. വേദക്കാണല്ലേ എക്സാം സ്ട്രെസ്സ്. മഴ പെയ്തിട്ട് കുടുങ്ങുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇവിടെ പുറത്ത് നല്ല മഴ. ഇത്രയും ദിവസത്തെ ചൂടിന് പരിഹാരമായിട്ടൊരു നല്ല മഴ പെയ്ത് മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു സമാധാനം എല്ലാം കിട്ടിയത്. അങ്ങനെ ഇരുന്നപ്പോഴേക്കും പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം. എൻ്റെ മേക്ക് ഓവർ ടീംസ് എത്തിയിട്ടുണ്ട്. പിങ്കാണ് ടീനയുടെ സിസ്റ്ററാണ്, ബ്രദറാണ് ഫോട്ടോഗ്രാഫർ. എൻ്റെ വസ്ത്രയുടെ സാരിയാണ് ടീനയുടെ കയ്യിലിരിക്കുന്നത്. 12-1 മണിയൊക്കെ ആയി കേട്ടോ അവരെത്തിയപ്പോഴേക്കും. 1 മണിയായി എത്തിയപ്പോഴേക്കും. കാരണം രാവിലെ ഫോട്ടോസ് എടുക്കാമെന്ന് വെച്ചാൽ ഈ വെയിലത്ത് നമുക്കൊന്നും നടക്കത്തില്ല. അപ്പോൾ 1 മണിയൊക്കെ ആകുമ്പോൾ റെഡിയായി ഇറങ്ങുമ്പോൾ 4 മണിയൊക്കെ ആകും. അപ്പോൾ ഒന്ന് വെയിലും മാറും, ഫോട്ടോസ് എടുക്കാം, ലൈറ്റ് പോകുന്നതിന് മുന്നേ എടുക്കാം എന്നൊക്കെ പറഞ്ഞത് ഫോട്ടോസും മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ടീന വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുണ്ട് സാരിയുടെ ബ്ലൗസിന് അളവ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ത്രെഡ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ കുഴപ്പമില്ല, ടീന ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർ ത്രെഡ് ചെയ്ത് തന്നു കേട്ടോ. നല്ല നീറ്റായിട്ട് എനിക്ക് ത്രെഡ് ചെയ്ത് തന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാത്രവുമല്ല അവരുടെ മേക്കപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതൊന്നുമില്ല, സത്യസന്ധമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണ്. ഇത്തിരി ഹെവി അല്ലാതെ ലൈറ്റ് മേക്കപ്പ് ചെയ്തിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. ഒരു ബ്രൈഡൽ ലുക്കൊക്കെ ഇത്രയും സിമ്പിളായിട്ട് എന്ത് ഭംഗിക്ക് അവർ ചെയ്ത് തന്നു എന്നുള്ളത് എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ എല്ലായിടത്തും ഭയങ്കര ഹെവി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ഇതങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ലൈറ്റ് മേക്കപ്പ് ആയിരുന്നു. ബട്ട് ഭയങ്കര എലഗൻറ്റ് ലുക്കായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ
എന്താണോ പറഞ്ഞത് അതനുസരിച്ച് അവരതെല്ലാം ചെയ്തു തന്നു. പിന്നെ അവരും കുറേ സജഷൻസൊക്കെ പറഞ്ഞു. അതെല്ലാം കൂടി അവരുടെയൊക്കെ സജഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. ഇവിടെ ലൈറ്റിൻ്റെ കുറച്ച് ഇതുണ്ട്, അതുകൊണ്ടാണ് ഒരു ഭംഗിയില്ലാതിരിക്കുന്നത് കേട്ടോ. ഫോട്ടോസ് വരുമ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും, അപ്പോൾ നിങ്ങൾ അതിൻ്റെ റിസൾട്ട് കണ്ടോളൂ. ഔട്ട്ഡോർ പോയി ഷൂട്ട് ചെയ്തതിൻ്റെ ബിറ്റ്സൊക്കെ ഇതിൽ ഇടയിൽ എവിടെയൊക്കെ ഉണ്ട്, ആ ഫോട്ടോസിലൊക്കെ കണ്ടു നോക്കും. സാരി എൻ്റെ വസ്ത്രയുടെ സാരിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പ് ചെയ്യാവുന്നതാണ്. വസ്ത്രയുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. ഒരു അത്യാവശ്യം ഒരു ബ്രൈഡിന് വേണമെങ്കിൽ എടുക്കാം. അത്ര വിലയുള്ളതൊന്നുമല്ല, 1000 സംതിങ് മാത്രമാണ് ഈ സാരിയുടെ വിലയെന്ന് പറയുന്നത്. ഒരു ബ്രൈഡിന് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ബ്രൈഡിൻ്റെ ഫ്രണ്ടിനൊക്കെ ഇത്തിരി ഭയങ്കര അടിച്ച് പൊളിച്ചൊക്കെ നിൽക്കണമെങ്കിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല റിച്ച് ആയിട്ടുള്ള സാമൂതിരിക പട്ടിൽ വരുന്ന സാരിയാണ്. അധികം വിലയില്ല, വേണമെന്നുള്ളവർക്ക് വാങ്ങാം കേട്ടോ. സാരി പലരും പറഞ്ഞിട്ടുണ്ട് ഉടുത്ത് കാണിച്ചാലേ സാരി ആയാലും ഏതായാലും ഇട്ടല്ലെങ്കിൽ ഉടുത്ത് കാണിച്ചാലേ അതിൻ്റെ ഭംഗി അറിയൂ. അപ്പോൾ ഒന്ന് ഉടുത്ത് കാണിക്കണേന്നൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. മെയിൻലി ഞാൻ വസ്ത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോട്ടോഷൂട്ട് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. പിന്നെ ഒപ്പം ടീന എന്നോട് ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീനയെ വിളിച്ചിട്ട് ടീനയും നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് ചെയ്യുകയാണ്. എൻ്റെ സാരിക്കൊരു പ്രൊമോഷനും ടീനയ്ക്കും ടീമിനും ഒരു പ്രൊമോഷൻ. ടീനയും ടെസിയും ആട്ടോ. ടീനയ്ക്കും ടെസിക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷനും കൂടിയാണ്. സാരിയൊക്കെ നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു അടിപൊളി സാരി. മേക്കപ്പ് അതിലുപരി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹെയറൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. പിന്നെ നല്ല മഴക്കാറ് വന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ റെഡിയായി സെറ്റായൊക്കെ പോയി. ഞാൻ ചോദിച്ചു, നിങ്ങൾ കേരളത്തിൽ എവിടെ പോയി വേണമെങ്കിലും ചെയ്യുമോ? കേരളത്തിൽ നല്ല ഇന്ത്യയിൽ വേണമെങ്കിലും എവിടെ പോയും അവർ ചെയ്യും. അതിലൊന്നും ഒരു ഇതുമില്ല. കാരണം വർക്കിനോട് അത്രയും പാഷനുള്ള 2 പേരാണ് ടെസിയും ടീനയും. എനിക്ക് അവരുടെ വർക്കിൻ്റെ ആത്മാർത്ഥത കണ്ടപ്പോൾ മനസ്സിലായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബ്രൈഡൽ വർക്കൊക്കെ വേണമെങ്കിൽ, ബ്രൈഡൽ വർക്ക് എന്നല്ല, സാരി ഡ്രേപ്പിംഗ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. സാരിയൊക്കെ അടിപൊളിയായിട്ട് എടുത്തുന്നു കേട്ടോ. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഡീറ്റെയിൽസ് കൊടുത്തേക്കാവേ. നമ്മുടെ മേക്ക് ഓവറെല്ലാം കഴിഞ്ഞ് ഫോട്ടോ എടുത്തു. മഴ പെയ്തു, ജസ്റ്റ് മിസ്. മഴയെല്ലാം പെയ്തതേ വീട്ടിലെത്തിയിട്ടുണ്ട്. ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞ് നമ്മൾ കാറ് കയറിയത് മഴ, ഇത്രയും ദിവസം ഇല്ലാത്ത മഴ. അപ്പോൾ ഇതാണ് ടീന, ഇത് ടെസ. 2 പേരും ടെസി, ടെസി. 2 പേരും മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്. കണ്ടല്ലോ എൻ്റെ മേക്ക് ഓവർ ലുക്ക്, എന്ത് ഭംഗിയായിരുന്നു. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചോളാം, ഞാൻ ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം. സാരിയൊക്കെ അടിപൊളിയായിട്ട് ഡ്രൈപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് എൻ്റെ സാരി, വസ്ത്രയുടെ സാരി. ഇത് വേണമെങ്കിലും വാട്സപ്പ് നമ്പർ ഞാൻ വസ്ത്രയുടെ കൊടുത്തേക്കാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ.